അപ്പോൾ അത് നല്ല ജെൻറ്റിലായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മളതിൽ ഇടപെടണം. എന്നിട്ട് ആ മോനെ പോലെ കാണുക. എന്നിട്ട് പറയാം, മോനെ എനിക്ക് നീ മോനെ പോലെയാണ്, എനിക്ക് നിന്നെ മരുമകനാകാൻ കഴിയില്ല, മരുമകനായി കാണാൻ കഴിയില്ല എന്നൊന്ന് അപേക്ഷിച്ച് നോക്ക്. ഒരു ജെൻറ്റിലായ മോൻ അത് സമ്മതിക്കും. സമ്മതിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്തോ. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട. കാരണം ജെൻറ്റിലാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ഇതൊന്നും ചോദിക്കണ്ടേ. നേരെ മറിച്ച് ചില കുട്ടികൾ പറയും, നിങ്ങളെ മോളെ നിങ്ങൾ കെട്ടിക്കൂല, എനിക്കൊന്ന് കാണണം, നിങ്ങളെ മോളെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടിയുള്ള ഫോട്ടോ. 99% കുട്ടികളുടെ ഡയലോഗ് ഇതാണ്. ഞാനപ്പോൾ ഈ പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ ഇതുവരെ ചക്കരെ മാനെ തേനെ എനിക്ക് നിന്നെക്കണ ഐ മിസ് യു, ഐ ലവ് യു, ഐ ടേക്ക് യു, ഐ കെയർ യു എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് പറഞ്ഞ സാധനം എവിടെ പോയി? നിങ്ങളെ സ്വന്തം പിതാവിനോടാ പറഞ്ഞ് നിങ്ങളെ മോളെ ഒന്ന് കെട്ടിക്കണേ, എനിക്കൊന്ന് കാണണം. ഇന്ന് കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നമുക്ക് തോന്നിപ്പിക്കുന്നത് ഈ ചെറുപ്പക്കാരായ മക്കളാണ്. പക്ഷേ നമുക്കാകട്ടെ ഏറ്റവും കൂടുതൽ സ്നേഹം അവരോടുമാണ്, ഏറ്റവും സ്നേഹം അവരോടുമാണ്. കാരണം എന്തുകൊണ്ടാ? ഇപ്പം നിങ്ങളുടെ ഈ മുക്കൻ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വെക്കുക, വാരിയല്ലുകൾ ലിവറിന് പറ്റി, ഉദാഹരണം പറയാണ്, പറ്റാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, അപ്പോൾ രക്തം ചീറ്റും. ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം, ബ്ലഡ് ചീറ്റിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേക നമ്മളുണ്ടല്ലോ, മൃഗങ്ങളൊക്കെ അറുത്താൽ ഒരു ചീറ്റൽ, അതേപോലെ ചീറ്റും. ആ സമയത്ത് ഈ വെയിൻസിലൂടെ അല്ലാതെ, ഞരമ്പുകളിലൂടെ അല്ലാതെ ബ്ലഡ് എത്തിക്കേണ്ടുന്ന പ്രോസസ്സിങ് ഡോക്ടേഴ്സിനറിയാം, അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ 15-18 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു കോള് ചെയ്യുമ്പോൾ ഓടിയെത്താനുള്ള കുട്ടികളും ഈ കുട്ടികളാണ്, അല്ലാതെ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അധ്യാപകരോ ആരുമല്ല ഓടിയെത്തുക. അവരെ ഞാൻ മോശമാക്കുകയല്ല. എന്നാലും ഈ നമ്മൾ തെരുവിലിരിക്കുന്ന മക്കളെന്ന് പറഞ്ഞവരുണ്ടല്ലോ, ഈ 18, 19, 20 വയസ്സായ ആ കുട്ടികൾ വേണം ഇതിനും ഓടി നടക്കാൻ. ഇപ്പതാ ഹോസ്പിറ്റൽ, കോട്ടക്കൽ ഹോസ്പിറ്റലിലാണ് ഞാൻ ഈ പറയുന്ന പാവം കുട്ടിയുടെ മയ്യത്ത് കിടക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ടാകും ഞങ്ങളുടെ നാട്ടിലെ ഈ രീതിയിലുള്ള കുട്ടികളെ കൊണ്ട്. അവർക്കേ സ്നേഹമുള്ളൂ, അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഒരാൾക്ക് അപകടം പറ്റിയെന്ന് പറയുമ്പോൾ ഓടിയെത്തുന്നത് അവരായിരിക്കും. അവരെ കാണാൻ നമ്മൾ പോകുമ്പോൾ അത് നമുക്കൊരു പോസിറ്റീവാണ്. അപ്പോൾ ഇവർ മോശക്കാരൊന്നുമല്ല, പക്ഷെ ആ കുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അപകടങ്ങൾ പെരുകുന്നു. അത് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ എന്ന് ആളുകൾ പറയുന്നു. ലൈസൻസ് ഇല്ലാത്തവരുടെ എണ്ണം ഇവിടെയെന്ന് പറയുന്നു. നമുക്കിതിനെയൊക്കെ ഒരു തടസ്സമായി നിൽക്കണ്ടേ, ഒരു വിഘ്നമായി നിൽക്കണ്ടേ? നമുക്ക് നമ്മുടെ ജില്ല എഡ്യൂക്കേഷനിൽ 1ാം സ്ഥാനത്തെത്തി. പണ്ടൊക്കെ കോട്ടയത്തും അതേപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും പോയി പ്രസംഗിക്കാൻ നമുക്കൊരു ജാള്യതയുണ്ടായിരുന്നു. കാരണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവർക്കൊരു പുച്ഛമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാനൊരു 10-20 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ 23ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഈ സംസാരങ്ങളൊക്കെ. അപ്പോൾ 20 വർഷത്തോളമായി ഞാൻ പറയുന്നത്. അവിടെ പോയി സംസാരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ജാള്യത തോന്നുമായിരുന്നു. കുട്ടികളുടെ കളിയാക്കൽ, മലപ്പുറം ജില്ലയിൽ നിന്നാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളത് എന്ന്. ഞങ്ങളെ പഠിപ്പിക്കാൻ മലപ്പുറം ജില്ല, ഇന്നത് മാറി, ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് ആണ്. കാരണം 10-15 വർഷത്തിൻ്റെ ഉള്ളിൽ 1ാം സ്ഥാനത്തേക്ക് മലപ്പുറം ജില്ല കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ മൊത്തത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി കൂടി. ഞാൻ ഈ മുക്കൻ കുടുംബത്തോട് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് എത്ര ഡോക്ടേഴ്സ് ഉണ്ടായി? നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ടായി? നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് എത്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായി എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അവിടെയും നമുക്കെവിടെയോ തെറ്റുപറ്റിയില്ലേ? ഉണ്ട് എന്നെനിക്കറിയാം. ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാ ഞാൻ മുക്കൻ കുടുംബത്തെക്കുറിച്ച് പറയാനല്ല. ഇല്ല എങ്കിൽ അതിലും നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, അതിലും നമുക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി ഈ കുടുംബം ഉയരണം. അതിന് കുട്ടികൾക്കൊരു ടാർഗറ്റ് കൊടുക്കണം. കുട്ടികൾക്ക് കൊടുക്കേണ്ട ടാർഗറ്റ് എന്താണ്? 10 വർഷത്തെ ടാർഗറ്റ് ആയിരിക്കണം. ഞാൻ ഈ മുക്കൻ കുടുംബത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ സന്തത സഹചാരികളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരിക്കലും കൽപ്പിക്കുകയല്ല, ഉപദേശിക്കുകയുമല്ല. ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് 10 വർഷത്തെ ടാർഗറ്റ് കൊടുക്കണം. നിങ്ങളറിയോ, ഒരു മാസത്തിൽ 150ഓളം കുട്ടികൾ കയറിപ്പോകുന്നു. എങ്ങോട്ടെന്നറിയോ? ഡെയിലി 100ലേറെ കുട്ടികൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു VFSൻ്റെ ഓഫീസിൽ. VFSൻ്റെ ഓഫീസ് എറണാകുളത്താണ്. കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലണ്ടനിലേക്കും പോകേണ്ടുന്നതിൻ്റെ സെൻ്ററാണ് VFS. ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് അവിടെ എനിക്കൊരു പെർമിഷൻ തന്നപ്പോൾ ആ സമയത്ത് അവിടെ പോയപ്പോൾ 150 കുട്ടികളെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കാൻ നേരത്താണ് ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത്,
ഡെയിലി 100 കുട്ടികളിലേറെ അവിടെ ഇന്റർവ്യൂവിന് വരുന്നു. മാസത്തിൽ 150-200 കുട്ടികൾ കാനഡയിലേക്ക് കയറിപ്പോകുന്നു. 2030 കൂടി ആ ഫ്ലോ ഒരു പക്ഷേ നിൽക്കും. കാനഡയിൽ 2030 വരെ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് അതിൻ്റെ പഠനം പറയുന്നു. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് കയറിപ്പോവുക? ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നും കാനഡ ദൂരത്തല്ലേ, കാനഡയെപ്പോലെ ഒരു പക്ഷേ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും. ഇനി അതിലാർക്കും സങ്കടമൊന്നും വരണ്ട. നമ്മൾ ലോകസഞ്ചാരിയാണ് അവരർത്ഥത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ കാനഡയിൽ ഇഷ്ടം പോലെ പള്ളികളുണ്ട്, അവിടെ റിയൽ മുസ്ലിംസ് ഉണ്ട്, സുന്നത്തനുസരിച്ച് നടക്കുന്ന ആളുകളുണ്ട്, യഥാർത്ഥത്തിൽ തെക്കവേ അനുസരിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ് കാനഡ. UK 420 പള്ളികളാണ് ഈ അടുത്തിടെ, യുണൈറ്റഡ് കിങ്ഡത്തിൽ 420 പള്ളികളാണ് ഈ അടുത്തിടെ ക്രിസ്ത്യൻ സൊസൈറ്റി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അത് അവരുടെ കൂടി നന്മയാണ്, ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ ഒരു നന്മയാണ്. അവിടെ വർഗീയ കലാപങ്ങളില്ല, അവിടെ വർഗീയ പ്രശ്നങ്ങളില്ല. ഓസ്ട്രേലിയയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ തങ്ങളും ET ബഷീർ സാഹിബും നമ്മളും കൂടി അടുത്ത മാസത്തിൽ പോകുന്നുണ്ട് അവിടെ പ്രോഗ്രാമിന് ഓസ്ട്രേലിയയിൽ. അവിടുത്തെ ആളുകൾ ക്ഷണിച്ചപ്പോൾ അവർ 2 വെള്ളിയാഴ്ച അവിടെ വേണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഞാൻ പോകുന്നതിനെക്കുറിച്ച് പറയല്ല, 2 വെള്ളിയാഴ്ച. ഇപ്പോൾ ബഷീർക്ക് പറഞ്ഞു 2 വെള്ളിയാഴ്ച നമുക്ക് അവിടെ വേണം. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മെൽബണിലെ ഏറ്റവും വലിയ പള്ളി അത് ക്രിസ്ത്യൻ സൊസൈറ്റി കൊടുത്തതാണ്, അഥവാ ചർച്ചാണ്. അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണ് ഇന്ന് മുസ്ലിമീങ്ങളുടെ ജുമാഅത്ത് പള്ളി. അതോടൊപ്പം സിഡ്നിയിലെ പള്ളി അതും ഇതേപോലെ തന്നെ ചർച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് അഭിവാദ്യങ്ങൾ. വർഗീയതയില്ലാതെ അവിടെ നല്ല രീതിയിൽ എല്ലാ സമൂഹത്തെയും ഒരുപോലെ കാണുന്നതിന്, വർഗീയത ഒരു പക്ഷേ നമ്മുടെ നാട് പോലെയുള്ള നാട്ടുകളിൽ മാത്രമേ ലോകതലത്തിൽ നമുക്ക് കാണാൻ പറ്റൂ. പിന്നെ മലയാളികൾ എവിടേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് വർഗീയതയില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അങ്ങനെയില്ലാത്ത നാടാണ് ഒന്ന് കാനഡ എന്ന് പറയുന്നത്. അവിടെ പഠിക്കാൻ പോകാം, ജോലിക്ക് പോകാം, ചുരുങ്ങിയത് 2 ലക്ഷം 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങളിപ്പോഴും മുക്കൻ കുടുംബത്തിലെ കുട്ടികളെ ദുബായിക്ക് അയക്കണം, അബുദാബിക്ക് അയക്കണം, അയക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തെക്കൻ ഭാഗത്തു നിന്ന് കുട്ടികൾ ലൈന് മാറി റൂട്ട് മാറിയിട്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് അവർ പോകുന്നത് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മറ്റുള്ള രാജ്യത്തിലേക്കും. നമ്മുടെ കുട്ടികൾ ഇപ്പോഴും 40 കൊല്ലം മുമ്പേ തുടങ്ങി വെച്ച ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും. ഞാൻ പറയുന്നത് നല്ല ബേസോട് കൂടി, ദീനിയായ അവസ്ഥയോടുകൂടി ആൺകുട്ടികളെയെങ്കിലും ലോകതലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കണം. അതിന് വിദ്യാഭ്യാസ വിപ്ലവം വേണം. അല്ലാതെ കാനഡയിലേക്കും UK യിലേക്കും ഓസ്ട്രേലിയയിലേക്കും കേവലം 5ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സും ഗുസ്തി കൊണ്ടും പോകാമെന്ന് വിചാരിക്കേണ്ട. അതിന് ടെസ്റ്റുകളുണ്ട്, പല ടെസ്റ്റുകളുണ്ട്, ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട്, അതിൻ്റെ പ്രൊഫഷൻസി ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞാലേ ഈ രാജ്യത്തിലേക്കൊക്കെ പോകാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് നിർബന്ധമാണ്. ഇനി നമ്മുടെ കുട്ടികൾക്ക് ഈ ഭൗതികമായ വിദ്യാഭ്യാസത്തേക്കാൾ കൂടുതൽ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയാൽ, 2ഉം കൂടി പെർഫെക്റ്റ് ആയിട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റിയാൽ, അതിന് പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനും നമ്മൾ പ്രാബല്യത്തോടു കൂടി അവരെ കൊണ്ടു ചെന്നാക്കണം. കാരണം 2 വിദ്യാഭ്യാസവുമുള്ളവരെ ലോകത്തിൽ ഭയങ്കര അക്സെപ്റ്റൻസിയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ നല്ല സെക്ടറിൽ അഥവാ വിശ്വസ്തമായ ജോലി കിട്ടുന്നത് ഇത്തരം വിശ്വാസികളായ ആളുകൾക്കാണ്. UK യിൽ പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മറ്റുള്ളവരെ നോക്കാൻ, വിശ്വാസികളല്ലാത്തവരെ നോക്കാൻ, ഞാൻ ആക്ഷേപിച്ച് പറയല്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞ വാക്ക് പറയാൻ, അല്ലാത്തവരെ നോക്കാൻ CCTV ക്യാമറകൾ വേണം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടോട്ടൽ റഡാർ സിസ്റ്റം ഉണ്ട്. CCTV ക്യാമറ ഇല്ലെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ട് CCTV ക്യാമറ പോലും ഇല്ലാതെ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് വിശ്വാസികളാണ് എന്നാണ് യൂറോപ്യൻസിൻ്റെ വരെ വിശ്വാസം. അപ്പം നമ്മൾ മുസ്ലിങ്ങളായ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ വിശ്വാസമാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് യൂസുഫ് എന്ന് പറയും, അവൻ്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ കയറി വന്നിട്ട് ഈ കുട്ടിനെ പറ്റി പറയാൻ, ഞാൻ ഈ കുട്ടിനൊന്ന് വഴക്ക് പറഞ്ഞതിന് അവളെന്നെ വഴക്ക് പറഞ്ഞു, അതെനിക്ക് പ്രശ്നമല്ല. മരോള് വഴക്ക് പറഞ്ഞതിനെ പറ്റി പറയാൻ, അതെനിക്ക് പ്രശ്നമല്ല, എൻ്റെ മോനും തന്നെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാൻ. അപ്പം യൂസുഫ് പറഞ്ഞു, നമ്മളുണ്ട് പറഞ്ഞു, എന്ത് അത് സാധാരണല്ലേ അമ്മേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, എല്ലാ വീട്ടിലുണ്ടാവും അമ്മമാരും മക്കളൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ഹൈന്ദവയായ ആ സ്ത്രീ പറയാണ്, നിങ്ങളൊന്നും വീട്ടിലത് ഉണ്ടാവില്ല കുട്ടികളെ. കാരണം നിങ്ങളെ മുഹമ്മദ് നബി പറഞ്ഞേക്കണില്ലേ ഉമ്മാരോട് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്, അതുകൊണ്ട് നിങ്ങളെ വീട്ടിലൊന്നും അത് ഉണ്ടാകില്ല. കേവലം മേൽപ്പത്തൂരിൻ്റെ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പാവം കിളവിയായ സ്ത്രീക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് ഇവർ നടക്കും, അള്ളാൻ്റെ കൽപ്പനക്കനുസരിച്ച് നടക്കുന്നു. അത് നമ്മൾ തെറ്റിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം ഉണ്ടാവുക. അത് നമ്മൾ തെറ്റിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് വിശ്വാസികളായ ആളുകളെ. വേറൊന്നുകൊണ്ടല്ല, അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നത് കൊണ്ടാണ്.
നല്ല രീതിയിൽ. കാരണം ദൈവവിശ്വാസമില്ലാത്ത ഒരാൾക്ക് പിന്നെ മോണിറ്ററിങ് വേറെയാണല്ലോ. ഉള്ളിൽ എത്തിക്സ് ഉണ്ടെങ്കിലും, ഉള്ളിൽ വാല്യൂസും എത്തിക്സും ഉണ്ടെങ്കിലും, പക്ഷെ നമുക്കൊരു മോണിറ്ററിങ് സിസ്റ്റമുണ്ട്. എൻ്റെ അള്ളാഹു ഇതാ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അള്ളാഹു ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും വിശ്വസിച്ച് പോരുകയും 5 വക്ത് നിസ്കരിക്കുക. ഞാൻ 5 വക്ത് നിസ്കരിക്കാൻ പോയിട്ട് ഉടായ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ നിസ്കാരമല്ല താൻ. ഹദീസാണ്. ഉസ്താദ്മാരോട് ചോദിച്ചു, നിന്ദ്യവും നികിഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ നിസ്കാരം നിങ്ങളെ തടയുന്നില്ല എങ്കിൽ, സഹീഹായ ഹദീസാണ്, നിന്ദ്യവും നികിഷ്ടവുമായ എന്ന് പറഞ്ഞാൽ മോശത്തരങ്ങളിൽ നിന്നൊന്നും നിങ്ങളുടെ നിസ്കാരം നിങ്ങളെ തടയുന്നില്ല എങ്കിൽ നിങ്ങളുടെ നിസ്കാരമേ അല്ല. ആ നിസ്കാരം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു കാര്യവുമില്ല. ചില ഉമ്മമാരങ്ങനെയാണ്. എങ്ങനെ തന്നെ ഇങ്ങനെ തസ്ബീഹ്മാല ഇങ്ങനെ ചെല്ലുണ്ടാവും. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ലായിലാലത് അടി അനക്കാൻ കാണിച്ചരാ. അങ്ങനെ പിന്നെ വേറെ കുറേ വർത്താനം പറയാം. അത് ഞാൻ മൈക്കിലൂടെ പറഞ്ഞില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് പണ്ടാരക്കാലത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ സുബ്ഹാനല്ലാഹ് ഇത് എന്ത് ദിക്റാണ്? ചിലർ ഖുർആൻ കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓതുണ്ടാവും. അടച്ചും കൂടി വെക്കാതെ അങ്ങോട്ട് ചീത്ത പറയില്ല. അന്നങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അയാൾക്ക് മുസാഫൊക്കെ വീഴൊക്കെ ചെയ്യും. ആദരവില്ലാത്ത ദീനൊന്നും നമ്മൾ കൊണ്ടെടുക്കരുത്. ദീനിയാണോ ആദരവോടുകൂടി. ഹനഫി ഭാഗത്തൊക്കെ പോയാൽ, നമ്മളൊക്കെ ഷാഫി മസ്ലക്കിലായിരിക്കും, ഹനഫി ഭാഗത്ത് പോയാൽ പടിഞ്ഞാട്ട് കാലിട്ടാൻ സമ്മതിക്കില്ല. ഉസ്താദ്മാർക്കറിയാമല്ലോ. മുസാഫ് ഒരാളുടെ പിന്നിലിരുന്ന് ഓതാൻ സമ്മതിക്കില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് ഓതല. അത്രക്ക് ആദരവാണ് മുസാഫിനോട്. നമ്മൾ എല്ലാ ബുക്കിൻ്റെ കൂട്ടത്തിലും കൊണ്ടുവന്നാണ്ട് വെക്കുകയാണ്. എന്നിട്ട് മുസാഫ് ഓതി കഴിഞ്ഞാൽ അതങ്ങോട്ട് വെക്കുക, എന്നിട്ട് അടുത്ത ബുക്ക് എടുക്കുക, തത്തമ്മ ചീട്ടെടുക്കണമായി. അതിനൊരു ആദരവിലും ബഹുമാനത്തിലും. കാരണം ബാക്കി ഏത് പുസ്തകങ്ങളും മനുഷ്യൻ്റെ കൗലാണ്. വേറെ ഏത് പുസ്തകം നിങ്ങളെടുത്തോ, ഷേക്സ്പിയർ ആണോ നിങ്ങൾ വായിക്കണത്, അതൊരു മനുഷ്യനാണ്. ലിയോ ടോൾസ്റ്റോയ്, കീറ്റ്സ്, ഷെല്ലി, ഗഥേ, അതൊക്കെ ലിറ്ററേച്ചറിൻ്റെ കുറേ വ്യക്തികളാണ്. ഇനി ഫിലോസഫിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. സോക്രട്ടീസിനെ പോലെ, പ്ലാറ്റോയെ പോലെ, അരിസ്റ്റോട്ടിനെ പോലെ. അങ്ങനത്തെ ആളുകളൊക്കെ ജസ്റ്റ് വ്യക്തികൾ മാത്രമാണ്. ഇസത്തിലേക്ക് പോകുമ്പോൾ സോഷ്യലിസം, കൺഫ്യൂഷനിസം, നെഗോറിസം, ഒരുപാട് ഇസങ്ങൾ പഠിക്കുക, അതൊക്കെ വ്യക്തികളാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ വാക്കാണ്. അതിനെ ആദരിച്ചെന്നെ പഠിപ്പിക്കണ്ടേ? നിങ്ങളിവിടെ ഒരു ആദരവ് ഇന്ന് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഗംഭീരമായ ആദരവ് ഏതാണെന്നറിയോ? വയസ്സന്മാരാദരിക്കണം, നല്ലത്. സ്ത്രീകളെ, പ്രായം ചെന്ന സ്ത്രീകൾ ആദരിക്കണം. മിടുമിടുക്കന്മാരെ എല്ലാറ്റിലും A+ കിട്ടിയവരും നിങ്ങളിവിടെ ആദരിക്കണം. പക്ഷേ നിങ്ങളൊരു ആദരവുണ്ട് എന്ന് പറയുമ്പോൾ അതിനാണ് ഏറ്റവും വലിയ. അപ്പോഴാണ് മുക്കൻ കുടുംബമാകുന്നത്. അതൊരു ഹാഫിളിനെ ആദരിക്കുമ്പോഴാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു കുട്ടി ഇന്നിവിടെ കയറി വരുന്നുവെങ്കിൽ നിങ്ങളുടെ മുക്കൻ കുടുംബം ഒരുപാട് ഉയരത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. 30 ജുസ് മനഃപ്പാഠമാക്കിയിട്ട് അവന് നീ സ്റ്റേജിൽ കയറി വരണം. അതേപോലെ തന്നെ ആലിമ്യങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആലിമ്യങ്ങളെ, കാരണം പാണ്ഡിത്യം അതൊരു വല്ലാത്ത ലോകമാണ്. അവരെ ആദരിക്കുന്നുവെങ്കിൽ അങ്ങനെയാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നു എന്ന് വിചാരിക്കരുത്. നമുക്കൊരു പ്രത്യേക രാഷ്ട്രീയത്തോട് എല്ലാത്തിനോടും ചെരുവും ചായവൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒന്നിലും മെമ്പർഷിപ്പുള്ള ആളല്ല, ഒരിക്കലും അതിൻ്റെ നേതാവുമല്ല. പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാനൊരു വ്യക്തിനെ കട്ടി പറഞ്ഞോട്ടെ. കാരണം ഉദ്കുറു മഹാസിനെ മൗത്താക്കുന്നതാണ്. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ നന്മ മാത്രം നിങ്ങൾ പറയാമെന്നാണ്. ആ പാർട്ടിക്കാരൻ ചിലപ്പോൾ അതിനെ എതിർക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടാവും. ഞാൻ ആ പാർട്ടിക്കാരനല്ല, പക്ഷെ ഒരു വ്യക്തിനെ പറഞ്ഞോട്ടെ. ഇബ്രാഹിം സുലൈമാൻ സേഠ്. രാഹുൽ ഗാന്ധി അവിടെ നിങ്ങളുടെ രാജീവ് ഗാന്ധി അന്ന് പ്രൈം മിനിസ്റ്റർ അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ നിന്ന് മൂപ്പര് എഴുന്നേൽക്കാറില്ല. കാരണം രാജീവ് ഗാന്ധി ഇങ്ങനെ കൈ കൊടുത്തിട്ട് സേഠ്ജി സലാം എന്ന് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അതായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ്. മുഴുവൻ പാർലമെൻറ്റേറിയനും ആദരവോടെ കണ്ടിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേഠ്. അതുകൊണ്ട് അദ്ദേഹം ആരെ കാണുമ്പോൾ അത് ഗർവമൊന്നുമല്ല, അത്ര എഴുന്നേറ്റ് കൊടുക്കാറില്ല. പക്ഷേ അതിലൂടെ ഒരു 11 വയസ്സായ ഒരു ഹാഫിള് കുട്ടി പോകുന്നുണ്ടെന്ന് കണ്ടാൽ സേഠ് സാഹിബ് ഇവിടുന്ന് എഴുന്നേൽക്കും, എന്നിട്ട് അവിടെ പോയിട്ട് ആദരിക്കും. ഈ ഒരു ആദരവ് മാത്രമല്ല, കൊല്ലത്തുനിന്ന് ആദ്യമായിട്ട് കേരളത്തിലൊരു ഹിഫ്ള് കോളേജ് തുടങ്ങി. ആദ്യമായിട്ടൊരു ഹിഫ്ള് കോളേജ് കേരളത്തിൽ തുടങ്ങിയത് പിന്നെ എവിടെയാണ്? എറണാകുളത്താണ് ആദ്യം. അതിനു മുമ്പ് ദേവബന്ദിലും പിന്നെ അതേമാതിരി തന്നെ ബാക്കിയാത്തിലും പലയിടത്തും പോയി പഠിച്ചിരുന്നു ആളുകൾ. കേരളത്തിൽ ആദ്യം തുടങ്ങിയത് എറണാകുളത്ത്. അവിടുന്ന് ആദ്യമായിട്ടൊരു ഹാഫിൾ ഇറങ്ങി. അന്ന് സേഠ് സാഹിബ് ചെറുപ്പക്കാരനാണ്. ആദ്യമായിട്ട് യഹ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ അടുത്തിടെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് വലിയ ഉയർച്ച കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ആദ്യമായിട്ട് ഹാഫിളായി ചെറിയ വയസ്സിൽ. അങ്ങനെ ഒരു ദിവസം സേഠ് സാഹിബ് അങ്ങനെ കയറി വരുന്ന വീട്ടിലേക്ക്. സേഠ് സാഹിബിന് അങ്ങോട്ട് വിൽക്കും അറിയില്ല, സേഠ് സാഹിബിന് ഇങ്ങോട്ടും അറിയില്ല. വന്നപ്പോൾ ഒരാകെ അന്തം വിട്ടുപോയി. ഇതെന്താ ഇത്, ഇങ്ങനൊരു വ്യക്തിത്വം? അങ്ങനെ കയറി എന്നിട്ട് ഇവർ ചോദിച്ചു, നിങ്ങൾ വഴിമാറി വന്നതാണോ എന്ന് ചോദിച്ചു. വഴി മാറിയിട്ട് വന്നതാണോ?
അല്ല ഞാൻ ഈ വീട്ടിലേക്കായിട്ട് വന്നതാണ്. കോന യഹിയ കിതർ ഹേ, യഹിയ ആരാണ്, അവൻ എവിടെയെന്ന് ചോദിച്ചു. ആ സമയത്ത് യഹിയ വന്നു. അന്ന് ചെറിയ കുട്ടിയാണ്. അങ്ങനെ വന്നിട്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് മോനൊക്കെ ചെയ്തിട്ട് മുത്തം കൊടുത്ത്, എന്നിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അലുവ കൊടുത്ത്, കുറച്ച് പൈസയും കൊടുത്ത്, എന്നിട്ട് വാപ്പ ചോദിക്കുകയാണ്, യഹിയൻ്റെ വാപ്പ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനു വന്നത്, അവിടെ പരിപാടിക്ക് വന്നപ്പോൾ വന്നാണോ? അല്ല, ഞാൻ ബോംബെയിൽ നിന്ന് വരികയാണ്. ആദ്യമായിട്ട് കേരളത്തിലൊരു ഹിഫ്ള് കോളേജിൽ നിന്ന് ഒരു കുട്ടി ഹാഫിലായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ബോംബെയിൽ ഇരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ കയറി വന്നതാണ്. എറണാകുളത്ത് നിങ്ങളുടെ ടാക്സി വിളിച്ച് വരികയാണ്. ഇവൻ ആദരിക്കാൻ ഞാൻ വന്നതാണെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, ഹിഫ്ളിന്, ദീനിന് പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരു സുഹൃതമാണ്. കാരണം അവൻ വഹിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനാണ്. അവിടെ വലിയ വലിയ ആളുകളെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കാതെ ആദരവിൻ്റെ പേരിൽ മാത്രം ഇരുന്നു പോകുന്നൊരു മനുഷ്യൻ 11കാരനെ ആദരിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് കടന്നു വരുമ്പോൾ അതിലൊരു ഇന്നതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മുടെ കുട്ടികളെ ദീനനുസരിച്ച് വലുതാക്കി കൊണ്ടുപോ. എന്നിട്ട് 10 വർഷത്തേക്കൊരു ടാർഗറ്റ് കൊടുക്കുക. 10 വർഷത്തേക്കൊരു ടാർഗറ്റ് നമ്മുടെ കുട്ടികൾക്ക്. എനിക്ക് മുക്കൻ കുടുംബം കൂടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ടെസ്റ്റുകൾ നടത്തലാണ്. ഞാൻ ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്, ചില ടെസ്റ്റുകൾ. കാരണം ഈ ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ 10 വർഷം കഴിയുമ്പോൾ അവർക്ക് പാറ്റേണൊക്കെ വലുതായിരിക്കും, വേറെ വേറെ ആയിരിക്കും. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് മാത്തമാറ്റിക്കൽ ലോജിക് ഉണ്ടാകും, ചിലർക്ക് തിയററ്റിക്കൽ ലോജിക്കലായിരിക്കും, ചിലർക്ക് ഉണ്ടാവുക സോഷ്യോ ഇൻ്റലിജൻസ് ആയിരിക്കും, ചില ആളുകൾക്ക് കിനസ്തെറ്റിക് ആയിരിക്കും, ചില ആളുകൾക്ക് ഇൻട്രാപേഴ്സണൽ ആയിരിക്കും, ചിലർക്ക് ഇൻ്റർപേഴ്സണൽ ആയിരിക്കും. ഏത് തന്നെയായാലും ഏതാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മാത്രമേ പറ്റൂ. അതിനനുസരിച്ച് ഒരു കുട്ടിക്ക് ഹിഫ്ള് കയറുന്നില്ല എന്ന് വിചാരിക്കുക, ആ കുട്ടിനെ 3-4 കൊല്ലം പിന്നെ ഹിഫ്ളിന് കൊണ്ടിടരുത്. കാരണം ആ കുട്ടിക്ക് തിയററ്റിക്കൽ സ്കില്ലില്ലാത്തത് കൊണ്ടാണ്, അഥവാ കാണാപ്പാടം പഠിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. ആ കുട്ടി ചിലപ്പോൾ മാത്സിൽ ടോപ്പായിരിക്കും, വേറെയിൽ ടോപ്പായിരിക്കും. അപ്പോൾ ഹിഫ്ളിന് നമ്മളൊരു കൊല്ലം ഇട്ട് നോക്കി, എന്നിട്ട് അധികമൊന്നും പഠിക്കുന്നില്ലെങ്കിൽ വേഗം കിതാബിലേക്ക് മാറ്റിക്കോ. വെറുതെ എന്താക്കരുത്, ഇങ്ങനെ കൊണ്ടുപോകരുത്. ഞാൻ പറയുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് ഏത് നടക്കുമെന്ന രീതിയിൽ ചാനലൈസ് ചെയ്യാം. മതപരമായ വിദ്യാഭ്യാസമായാലും മറ്റുള്ളതായാലും അത് സിവിൽ സർവീസിലേക്ക് പോകേണ്ട കുട്ടികൾ, ഞാൻ പറയും മുക്കൻ കുടുംബത്തോട്, നിങ്ങൾ ആ കുട്ടികളെ സെലക്ട് ചെയ്യണം. ടെസ്റ്റ് എഴുതിയിട്ട്, ഏത് ടെസ്റ്റുകളാണ് സാധാരണ അതിനുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇവാലുവേഷനാണ്. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ കുട്ടിക്ക് കൂടുതലുണ്ടോ അത് ടെസ്റ്റ് ചെയ്തുമ്പോൾ മനസ്സിലാവും. അവർക്ക് സിവിൽ സർവീസിലേക്ക് പോകാം. സിവിൽ സർവീസിലേക്ക് പോകുന്നതിന് മുമ്പേ അവർക്ക് ഡൽഹിയിലേക്ക് അയക്കാൻ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് അയച്ച് പഠിപ്പിക്കാൻ മാസത്തിലൊരു പക്ഷേ 6000, 7000, മാക്സിമം 10000 രൂപ വരെ ചെലവ് വരും. ആ 10000 മുക്കൻ കുടുംബം എടുക്കണം. ആ കുട്ടിക്ക് സിവിൽ സർവീസ് എഴുതുന്നത് വരെ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 4 വർഷത്തേക്ക് അവൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള 3 ലക്ഷം രൂപ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് മുക്കൻ കുടുംബം ഒരുങ്ങി എന്നതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഏതോ ഒരു പാവപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വെക്കുക, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യും. അതിൻ്റെ തുടക്കങ്ങളൊക്കെ നിങ്ങളായിട്ടുണ്ട്. ഞാൻ അതിന് അഡീഷണലായിട്ട് പറയുന്നു എന്ന് മാത്രം. ഈ റൂഫിൻ്റെ ചുവട്ടിൽ ഏതോ ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടാകും. ഒരു പക്ഷേ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭർത്താവിന് സുഖം ഉണ്ടാകില്ല, 2 കുട്ടികളുണ്ടാകും, ഇതുവരെ വീട് പൊളിഞ്ഞിയാടാറായിട്ടുണ്ടാകും. അതൊന്ന് കയറ്റാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം വിറ്റ് തൊലച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാകും ഒക്കെ ചികിത്സക്ക്. അങ്ങനെ കൈക്കുഞ്ഞുങ്ങളുടെ കയ്യും പിടിച്ചിട്ട് നിങ്ങളോട് വന്നിട്ട് യാചിക്കാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അങ്ങനത്തെ ആളുകളെ കണ്ടെത്തണം. എന്നിട്ട് അവർക്ക് ഭവന നിർമ്മാണം, ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുണ്ട്, ഇവരുടെ ചിന്തയിൽ അതുണ്ട്. അതിന് നമ്മൾ കൂടി ഭാഗധേയമാകണ്ടേ? അങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ച് കൊടുത്തിട്ട് നിങ്ങളതിൻ്റെ കുറ്റൂശക്ക് പോ, ഹൗസ് വാമിങ്ങിന് പോ. ദൈ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് കയറി ചെല്ലുമ്പോൾ ബിരിയാണി വിളമ്പിത്തരാൻ അവരുടെ കയ്യിൽ ഉണ്ടാകില്ല. പക്ഷേ അന്ന് അവരൊന്ന് കണ്ണുനീരുറ്റും. കാരണം സന്തോഷം കൊണ്ട് തൻ്റെ കുടുംബം തന്നെ കാണാൻ വന്നല്ലോ, ഇവരെല്ലാവരും കൂടി എൻ്റെ കുട്ടികൾക്കൊരു വീടാക്കിയല്ലോ. അന്ന് ആ പാവം സ്ത്രീയുടെ വിധവയുടെ കണ്ണുനീരൊലിക്കും. ആ ഒരൊറ്റ കണ്ണുനീർ തുള്ളി അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ച് കുലുക്കാൻ കരുത്തുള്ളതാണ്. വിധവകളുടെ കണ്ണുനീർ അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ച് കുലുക്കും. ആ അർശ് കുലുങ്ങും, തീരുമാനം വരും ഈ കുടുംബത്തിലെ എന്നേക്കുമായി ഐശ്വര്യങ്ങൾ ചൊരിയാൻ. അതിന് നമ്മൾ കൂടി ഭാഗധേയമാകേണ്ടതുണ്ട്. ഇങ്ങനെ കുടുംബത്തിലെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചു പോകണം. പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ കാരണവന്മാർ, അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ. ആ നേതൃത്വം കൊടുക്കുന്നവരെ അനുസരിച്ച് പോകണം. ഇന്ന് കുട്ടികൾക്ക് യാതൊരു മര്യാദയുമില്ലാത്ത, ഞാൻ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പണ്ടൊക്കെ അവിടുന്ന് ഞങ്ങളുടെ ഉസ്താദ് അബൂബക്കർ ഫൈസി, ഇന്ന് വയസ്സായ ആളാണ്, പാവം, അദ്ദേഹം അവിടുന്ന് നടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ ഓരത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എണീറ്റ് പോകും. പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് അപ്പുറത്ത്
ഞങ്ങളുടെ നാട്ടിൽ ഒരു രാജേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് എന്തോ ഒരാളെ ഒന്ന് കൂവി വിളിച്ചതാണ്. ഉസ്താദ് വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞു. ഉസ്താദ് ഒരു വയസ്സായ ആളായിരുന്നു. രാജേട്ടൻ എപ്പോഴും പറയാറുണ്ട്, അതിന് ശേഷം പള്ളിൻ്റെ അടുത്ത് നിന്നെങ്ങാണ്ട് ഞാൻ എന്താക്കലുണ്ട് ഇതാക്കി. അത്ര ആദരവാണ് രാജേട്ടന് പോലും ഈ അബൂബക്കർ ഉസ്താദിനെ. അദ്ദേഹം അറിയാതെ ചെയ്തു പോയതാണ്. ഞങ്ങൾ ഉസ്താദിന് അവിടുന്ന് കണ്ട് അവിടുന്ന് എഴുന്നേറ്റിക്കും. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലുള്ള കാരണവന്മാർ മമ്മൂട്ടിക്കയെ പോലെയുള്ള ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് ഇരിപ്പൊട്ടാറില്ല. പക്ഷെ എനിക്കറിഞ്ഞുകൂടാ, നമ്മളൊന്നും കാണുമ്പോൾ ആൾ എണീക്കണം എന്നില്ല, ഞാൻ അതിന് എതിരുവാണ്. പക്ഷെ പ്രായം ചെന്ന ആൾക്കാരെ കാണുമ്പോൾ ഈ കുട്ടികളൊന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നത് ഡീസൻസിയുടെ ഭാഗമാണ്. കടയിലെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു പാവം വയസ്സായ ഒരാൾ പോകുമ്പോൾ ഒരുപാട് കാലം ജീവിച്ചൊരു മനുഷ്യൻ എന്ന പരിഗണന കൂടി നമുക്ക് കൊടുത്തൂടെ? അങ്ങനെ വീട്ടിൽ ആദരവും സ്നേഹവും ഈ കാരണവന്മാർക്ക് നമ്മൾ കൊടുക്കണം, പണ്ഡിതന്മാർക്ക് നമ്മൾ കൊടുക്കണം. അതോടൊപ്പം ഇവിടെ കുറേ ഉമ്മമാരുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറേ ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ട മരുമക്കളായിട്ടുള്ളവരെ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ അവരുടെ കൈ പിടിച്ച് നടക്കേണ്ടുന്ന സംഭവമാണ്. ഇന്ന് ഈ കുടുംബ സംഗമത്തിൽ നിങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രായം ചെന്ന ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നില്ല എങ്കിൽ നമ്മളെന്ന മരുമകൾക്ക് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അമ്മായിമ്മയും മരുമകളും സ്നേഹബന്ധസ്ഥരായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതേപോലെ ഉമ്മമാർ അവരെയും പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വീട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള മക്കളാണിവർ. അവരവിടെ ഉപ്പയെ വിട്ട് ഉമ്മയെ വിട്ട് എല്ലാം വിട്ടിട്ട് തൽക്കാലത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നതാണ്. ആ കയറി വരുമ്പോൾ സ്വന്തം മകളെപ്പോലെ അവരെ പരിഗണിക്കണം. ഗൾഫിലുള്ള ആളുകൾ ഒരു പക്ഷേ ഇത് ക്യാമറയിലൂടെ കേൾക്കുന്നുണ്ടാകാം. ഈ സംഘാടനത്തിൻ്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചിട്ടുണ്ടാവുക ഗൾഫിലെ സഹോദരന്മാരായിരിക്കും. ഇന്നിവിടെ വന്ന് ഇത് കേൾക്കാൻ അവർക്ക് സാധിക്കാത്തതിൻ്റെ നൊമ്പരങ്ങൾ ഇപ്പോഴും അവർക്കുണ്ടാകാം. പക്ഷേ അവരുടെ സങ്കടത്തിൽ ഏറ്റവും വലിയ സങ്കടം ഉമ്മയെ നോക്കുന്നില്ല ഭാര്യ എന്നതാണ്. അങ്ങനെ ആകരുത്. തിരിച്ചുമുണ്ട് പലർക്കും സങ്കടം. മരുമകളെ വകവെക്കാത്ത അമ്മായിമ്മ, എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിമ്മമാരെ കൊണ്ട് ഗൾഫിലെ സഹോദരന്മാർ വല്ലാത്ത സങ്കടത്തിലാണ്. അതുകൊണ്ട് ഉമ്മയും മകളുമായി കഴിയുക, അതാണ് ഇന്നത്തെ കുടുംബ ബന്ധത്തിൽ നിന്ന് നമ്മൾ പുലർത്തേണ്ടുന്ന ഏറ്റവും വലിയ പാഠം. ഭർത്താവിൻ്റെ പെങ്ങന്മാർ അവർ ചിലപ്പോൾ 2 ദിവസത്തേക്കാണ് വരിക, 2 കൊല്ലത്തേക്കുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ പോവുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ പെങ്ങന്മാർ അവരെ നമ്മൾ കെയർ ചെയ്യുക. കയറി വരുന്ന പെങ്ങന്മാരോടൊരു ചോദ്യം, ആ പെങ്ങന്മാരെന്ന് ഈ കൂട്ടത്തിലുണ്ടാകും, കാരണം നിങ്ങളെ കുടുംബസംഘമാണല്ലോ എന്ന്. അവർ കയറി വരുമ്പോൾ തൻ്റെ ആങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ അഥവാ അവരുടെ സ്വന്തമായ ജീവിതത്തിൽ അമിതമായി ഇടപെടാതിരിക്കുക. നിങ്ങൾക്ക് പഴയതുപോലെ അവൻ ഉപദേശിക്കാം, വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിത്യേനയുള്ള ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ പെങ്ങളെ, വിവാഹം കഴിഞ്ഞ ആങ്ങളെ, നിങ്ങൾ 2 പേരും ഒരിക്കലും എന്താകരുത്, വിവാഹം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് 2 രോഗമാണ്. അതുകൊണ്ട് അമിതമായി ആങ്ങളയുടെ കാര്യത്തിൽ ഇടപെടാതെ ആയിരിക്കുക പെങ്ങള്. ഇതേപോലെ തന്നെ പെങ്ങളുടെ കാര്യത്തിൽ അമിതമായി ഇടപെടാതിരിക്കുക ആങ്ങളെയും. ചില അമ്മമാരെ കൊണ്ട് കുട്ടികൾ കുടുങ്ങാറുണ്ട്. എല്ലാ തീരുമാനം അമ്മമാരെ എടുക്കുള്ളൂ. വാപ്പാക്ക് യാതൊരു വിലയില്ലാത്ത കാലം. സ്വന്തം വാപ്പാക്ക് ഡിഗ്നിറ്റി കൊടുക്കുക. പെങ്ങളെ മോൻ വിളിച്ചിട്ട് പറയാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ അപ്പാനോടും കൂടി ചോദിക്കുന്നത് പറയണം. കാരണം ഉപ്പാക്ക് വിലയില്ലാതെ അമ്മമാർക്ക് വില കൊടുക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അവിടെ ഉപ്പമാർക്ക് അമ്മമാർക്കുള്ള വില ഉണ്ടായിക്കോട്ടെ, പക്ഷെ അമ്മോനും ഉപ്പയും കൂടി ഒരു ബന്ധം വേണം, എന്നാലും അതൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഉപ്പാനോട് 10 റുപ്യ ചോദിച്ച് അപ്പോൾ ഉപ്പ കൊടുത്തില്ല, ഇയ്യ കൊണ്ട് നാശാക്കാനല്ലേ എന്നിട്ട് നേരെ അമ്മോൻ്റെ അടുത്ത് വന്ന് അമ്മ ഉപ്പാക്ക് വിളിച്ച് ചോദിക്കണം എന്തിനാ കുട്ടി പൈസ ചോദിക്കണമെന്ന്. അങ്ങനെ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തണം. അല്ലാതെ വാപ്പ ചെയ്തു കൊടുക്കാത്തതൊക്കെ അമ്മോൻ ചെയ്തു കൊടുക്കും എന്നൊരു രീതിശാസ്ത്രം കുട്ടികൾക്കിടയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വലിയ അമ്മോനായി സമയണ്ട. അമ്മാവൻ ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുത്തോ, അവരെ സ്നേഹിച്ചോ, അവരെ ഉയർത്തിക്കോ, അവർക്കെല്ലാ ബിസിനസ്സിലും അവരുടെ താങ്ങും തണലായി നിന്നോ. പക്ഷേ പരസ്പര സ്നേഹത്തിൻ്റെ പേരിൽ ഉപ്പയും ഉമ്മയുമാണ് ഏറ്റവും വലുത് എന്ന് ഒരു പാഠം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ അവസാനത്തെ ഒരു നിമിഷം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഈ മുക്കൻ കുടുംബത്തിലെ പ്രിയപ്പെട്ട റഷീദ് തങ്ങളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മളെപ്പോലെയുള്ള പാവങ്ങളായ ആളുകളെ വിളിച്ച് നിങ്ങൾ പ്രസംഗവും പരിപാടികളും നടത്തുമ്പോൾ ഈ പ്രസംഗം കേട്ട് നിങ്ങൾ പിരിയല്ലേ. ഇന്ന് മുതൽ സ്നേഹോഷ്മളമായ, അപ്പൊ ഇതുവരെ ഉണ്ടായില്ലേ? അതല്ല, ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ്. വീട്ടിലെത്തിയാലും ഇവിടുത്തെ ആദരവിനേക്കാൾ കൂടുതൽ സ്വന്തം മാതാവിന് ആദരവ് കൊടുക്കുക, സ്വന്തം പിതാവിന് ആദരവ് കൊടുക്കുക, സ്വന്തം മക്കളെ സ്നേഹത്തോടു കൂടി വളർത്തുക, ദീനിയായ രീതിയിൽ അവളെ വളർത്തുക. അതോടൊപ്പം അവസാനത്തെ ഭാഗം എന്നോടം പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിലെ ടെക്നോളജിയെ നിങ്ങൾ ഭയന്നുകൊള്ളുക. ആവർത്തിച്ചു പറയുന്നു വീണ്ടും വീണ്ടും, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ തകിടം മറിച്ചിട്ടുണ്ട് ഇന്നത്തെ ടെക്നോളജി. ആ ടെക്നോളജിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ടെക്നോളജിയെ കുറിച്ച് മാത്രം, അഥവാ ജീവിതം താളം തെറ്റുന്നതിൻ്റെ ഏക കാരണം ഇന്ന് ടെക്നോളജിയാണ്.
മൊബൈലിലെ വാട്സാപ്പിന്റെ, ഇൻസ്റ്റഗ്രാമിന്റെ, അതേപോലെ തന്നെ ഇമോ കോൾ അധികം ആളുകൾ പറയാറില്ല. ഇമോ കോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രം വിളിക്കാനുള്ള ഒന്നല്ല. ഇമോയിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊക്കെ റെക്കോർഡഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല. പ്രിയപ്പെട്ട ഗൾഫിലുള്ള ഭർത്താക്കന്മാരോട് ഞാൻ ടെക്നോളജിസ്റ്റ് ആയതുകൊണ്ട് പറയുകയല്ല, ഇങ്ങനെ ജീവിതം താറുമാറായ കുറെ ആളുകൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഇമോ കോൾ വിളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിളിക്കും. അപ്പൊ ചിലപ്പോൾ അതിന്റെ മൂർധന്യതയിലേക്ക്, അതിന്റെ ജനത്തിലേക്ക് കയറുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഗൾഫുകാർ ചിലപ്പോൾ പല കാര്യങ്ങളും ആവശ്യപ്പെടും. അതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന രീതിയിൽ നിങ്ങൾ വല്ലാതെ ആ ഒരു രീതിയിലേക്ക് പോകും. ഞാനത് പ്രസംഗിക്കുന്നില്ല. ഏതായിരുന്നാലും അത് അപകടകരമാണ് എന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇതിനെ ഹാക്ക് ചെയ്യാനും അതിനെ മറ്റൊരവസ്ഥയിലേക്കാക്കാനും, ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ വാട്സപ്പ് വരെ ഹാക്ക് ചെയ്തുകൊണ്ട്, യൂട്യൂബും ഹാക്ക് ചെയ്തുകൊണ്ട് ഇന്ന് വലിയ വലിയ വില്ലന്മാർ അതിൻ്റെതായ രീതിശാസ്ത്രങ്ങൾ മെനയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് ഒരിക്കലും ജാള്യതയില്ലാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക. ജാള്യത വേണ്ടേ മനുഷ്യന്, നാണം വേണ്ടേ മനുഷ്യന്. പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ വല്ലാത്ത കെടുതിയിലകപ്പെടുന്നു. ഞാൻ ഉപദേശിക്കൽ എൻ്റെ കുട്ടികൾ ഒരിക്കലും അങ്ങനെ ആകരുതെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ പെങ്ങന്മാർ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എനിക്കൊണ്ടൊരു മോള്, ബാക്കി ആൺകുട്ടികളാണ്. ആ മോള് എനിക്ക് 14 വയസ്സായിട്ടുള്ളൂ. എൻ്റെ മോളെപ്പോലെ പരിഗണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന മൊബൈൽ, അതിലയക്കുന്ന നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ വാട്സാപ്പ്. ഇപ്പോഴും ഒരു കുട്ടി 2-3 ദിവസം മുമ്പ് പൊട്ടിക്കരഞ്ഞതാണ്. അവനൊരു മൊബൈൽ കൊടുത്തു. ആ മൊബൈൽ അവൾ സ്വീകരിക്കാൻ തന്നെ കാരണം ഇന്നത് ഏത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പാഠത്തിന് വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ. അവൻ ക്ലാസ് റൂമിൽ വെച്ച് അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടത്രേ. ആ ഫോട്ടോ, നിന്റെ വിവാഹം കഴിഞ്ഞാലും ഞാനിത് അവൻ്റെ അടുക്കലേക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവരല്ലേ നിങ്ങൾ ഈ പ്രണയിക്കാൻ നിൽക്കുന്നത്? കാമുകന്മാരിൽ 99% ആളുകളുടെ സ്വഭാവം ഇതാണ്. മാന്യന്മാരായിട്ട് പറഞ്ഞാൽ പിരിയുന്ന ആൾക്കാരാകെ 1%. വാപ്പ വന്നിട്ട് പറയാണ്, മോനെ എനിക്കാകെ ഒരു മോളേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ വിവാഹം കഴിക്കാനല്ല ഞാൻ ആലോചിച്ചത്, അതുകൊണ്ട് മോനൊന്ന് പിന്മാറി തരുമോ എന്ന് സൗമ്യമായി ചോദിക്കണം ഈ കുട്ടിയോട്. ഏതായാലും സ്നേഹിച്ചു പോയി, ഞാൻ അടിച്ചിട്ടും കുത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ല ജെൻറ്റിലായിട്ട്, ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മളതിൽ ഇടപെടണം. എന്നിട്ട് ആ മോനെപ്പോലെ കാണുക. എന്നിട്ട് പറയാം, മോനെ എനിക്ക് നീ മോനെപ്പോലെയാണ്, എനിക്ക് നിന്നെ മരുമകനാകാൻ കഴിയില്ല, മരുമകനായി കാണാൻ കഴിയില്ല എന്നൊന്ന് അപേക്ഷിച്ച് നോക്ക്. ഒരു ജെൻറ്റിലായ മോൻ അത് സമ്മതിക്കും. സമ്മതിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോ. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട. കാരണം ജെൻറ്റിലാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ഇതൊന്നും ചോദിക്കണ്ടേ. നേരെ മറിച്ച് ചില കുട്ടികൾ പറയും, നിങ്ങളെ മോളെ നിങ്ങൾ കെട്ടിക്കൂല, എനിക്കൊന്ന് കാണണം, നിങ്ങളെ മോളെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടിയുള്ള ഫോട്ടോ. 99% കുട്ടികളുടെ ഡയലോഗ് ഇതാണ്. ഞാനപ്പോൾ ഈ പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ ഇതുവരെ ചക്കരെ, മാനെ, തേനെ, എനിക്ക് നിന്നെക്കണ, ഐ മിസ് യു, ഐ ലവ് യു, ഐ ടേക്ക് യു, ഐ കെയർ യു എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് പറഞ്ഞ സാധനം എവിടെ പോയി? നിങ്ങളെ സ്വന്തം പിതാവിനോടാ പറഞ്ഞ് നിങ്ങളെ മോളെ ഒന്ന് കെട്ടിക്കണേ, എനിക്കൊന്ന് കാണണം. ഈ ചെകുത്താൻ്റെ കൂടെ കഴിയാനാണോ നിങ്ങൾ പ്രണയം അഭിനയിച്ചത്? കാരണം വിശ്വസിക്കാൻ കഴിയാത്തവനെ പ്രണയിക്കാൻ പാടില്ല. പ്രണയമുണ്ട്, കമ്പാഷനേറ്റ് ലവ് ആൻഡ് പാഷനേറ്റ് ലവ്. അതിനെക്കുറിച്ചെങ്കിലും നമ്മൾ പഠിക്കണം. കമ്പാഷനേറ്റ് ലവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രതിഭയോട് തോന്നുന്നൊരാദരം. ചിലപ്പോൾ അങ്ങനെ പ്രതിഭകളായ ആളുകളോട് ചിലപ്പോൾ ഒരു ആദരം തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചില പ്രഭാഷകരോട് തോന്നുന്ന തോന്നലുകൾ, അല്ലെങ്കിൽ ചില ആൾക്കാരോട് തോന്നുന്ന, അതാണ് കമ്പാഷനേറ്റ്, അതവിടെ നിൽക്കും. ചില ആൾക്കാർക്ക് അറിവുള്ളവരോട് തോന്നുന്ന ഒരു രീതി, അതവിടെ നിൽക്കും. ഇതവിടെ നിന്നൊക്കെ വിട്ടിട്ട് വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് പോയി. കാരുണ്യത്തിൻ്റെ, ദയയുടെ, കാരുണ്യത്തിൻ്റെ ലോകമാണ് കമ്പാഷനേറ്റ്, കരുണയോട് കൂടിയിട്ടുള്ളൊരു സ്നേഹം. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് വേദനിച്ചിട്ട് ആ കുട്ടിയെ എനിക്ക് വേണ്ട, ആ കുട്ടിയുടെ മാതാവ് കരഞ്ഞിട്ട് ആ കുട്ടിയെ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാത്ത ഒരു പുരുഷൻ ജെൻറ്റിലല്ല. നിങ്ങളതിന് ഏത് ആനന്ദ, പരമാനന്ദ, സായൂജ, നിർവൃതിയുടെ പ്രണയം എന്ന് പേര് വിളിച്ചാലും ആ പയ്യൻ നിങ്ങളെ ചതിക്കുമെന്ന് 1000 രൂപയുടെ മുദ്ര പേപ്പറിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. 3000 കുട്ടികൾ ചാടിപ്പോയിട്ടുണ്ട്. ആ ചാടിപ്പോയ കുട്ടികളൊക്കെ ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ, കാമുകന്മാരെ കൂടെ ചാടിപ്പോയവരായി തിരിച്ചു വന്നുകൊണ്ടിരിക്കണേ. എന്നാൽ പോയവർക്കാണ്ട് പോയാൽ പോരായിരുന്നോ?
ഇല്ല. തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് കയറ്റാത്തതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ആക്കോട് മുസ്തഫ ഹുദവി. ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഒന്നിച്ചുണ്ടാകാറുണ്ട്. അദ്ദേഹം ഈ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്ത് സ്ഥാപനമായാലും നിങ്ങൾ തുടങ്ങുന്നത്? വലിയൊരു പരിപാടിക്കാണ് കൊണ്ടുപോയത്, ഗൾഫുകാരുടെ മീറ്റും മറ്റൊക്കെയായിട്ട്. ഞാൻ ചോദിച്ചു, എന്ത് പരിപാടിയാണ് നിങ്ങളുടെ? ഈ ചാടിപ്പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്, 3000-ഓളം ആളുകൾ. അവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേറൊരു സ്ഥലമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രത്തോളം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾ പടിയിറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ മക്കൾ 3000-ലേറെ ആളുകൾ ചാടിപ്പോയവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 3000 കുട്ടികളും ചീഞ്ഞളിഞ്ഞ കഥകൾ സൈക്കോളജിസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു തരും. ഞാൻ മാത്രമല്ല, അതിൻ്റെ ഡെസ്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരും. എത്രയോ കുട്ടികൾ ആത്മഹത്യയിലേക്ക്, കൈമുറിക്കലിലേക്ക്, തൂങ്ങി മരണത്തിലേക്ക്, അതിൻ്റെ വക്കിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ ഇനിയും ആ ചെറുവിധ നമ്മൾ തുടരണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രണയമുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാമിൽ പ്രണയമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇസ്ലാമിൽ ഏറ്റവും ശക്തമായ പ്രണയമുണ്ട്, മവദ്ദത്തും വറഹ്മ. നിങ്ങൾ പ്രണയിക്കണം, അങ്ങേയറ്റം സ്നേഹിക്കണം, കാരുണ്യം കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കല്യാണം കഴിച്ചതിന് ശേഷമാണ്. കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു പ്രണയമുണ്ട്. ആ പ്രണയം ആസ്വദിക്കാൻ പറ്റാത്തവർക്ക് ജീവിതത്തിൽ എന്താണ് ദാമ്പത്യം എന്ന് ആസ്വദിക്കാനേ കഴിയില്ല. ടിപ്പിക്കലി പോകരുത്. നമ്മുടെ ഭാര്യ നമ്മുടെ പ്രണയിനിയാണ്. നമ്മളെ കാണാതാകുമ്പോൾ അവർ വിളിക്കും, അവൾ നമ്മുടെ കാമുകിയാണ്. അവൾ നമ്മുടെ ഭാര്യ മാത്രമല്ല, ചിലപ്പോ ഒരു ഉമ്മയെപ്പോലെ ഉപദേശിക്കും അവൾ, ചിലപ്പോ ഒരു പെങ്ങളെപ്പോലെ വാശി പിടിക്കും അവർ, ചിലപ്പോ ഒരു മോളെപ്പോലെ ശുണ്ടി പിടിക്കും അവൾ, ചിലപ്പോ ഭാര്യയെപ്പോലെ സ്നേഹം പകരും അവൾ. ഇതെല്ലാം കൂടിയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ. ആ ഭാര്യയെ പ്രണയിക്കാൻ പറ്റാത്തവർക്ക് പ്രണയം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വിവാഹത്തിന് മുമ്പേ ചിലപ്പോൾ പ്രണയം നടന്നേക്കാം. അതിന് ജെന്റിലായി ലീഡ് ചെയ്യാൻ, ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ആ ഡീലിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈലിലൂടെ ഒന്നും അയച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട്, അതോടൊപ്പം കുടുംബിനികളോടും ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതെന്ന് കുടുംബിനികളെയാണ്. കാരണം കുടുംബിനികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. അഥവാ ഭർത്താവ് ഗൾഫിലായിരിക്കും, ഇവിടെ ഏതെങ്കിലും കസിൻ ബ്രദേഴ്സോ കസിൻ സിസ്റ്റേഴ്സോ, അതുപോലെ തന്നെ ഇപ്പൊ വന്ന ഒരു വല്ലാത്തൊരു രീതിശാസ്ത്രമാണ് എന്ത് അലൂമിനി മീറ്റ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന സ്കൂളിലെയും കോളേജിലെയും 1990-ലെയും 92-ലെയും 95-ലെയും ആളുകൾ കൂടുക. ഞാനതിന് എതിര് നിൽക്കുകയല്ല. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു വാട്സപ്പ് തുടങ്ങുക, എന്നിട്ട് പേഴ്സണൽ ചാറ്റിംഗ് തുടങ്ങുക. എവിടെ എത്തി ജീവിതം എന്നുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബിനികളായാലും വിദ്യാർത്ഥിനികളായാലും ടെക്നോളജിയെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ. ആ ഫോട്ടോ ചിലപ്പോൾ നല്ലൊരു ഫോട്ടോ ആകണമെന്നില്ല. അവൾ കരയും, സാറേ എനിക്ക് അവനെ വിവാഹം കഴിക്കാൻ ഞാൻ 1 അല്ല 2 അല്ല 10 അല്ല ആയിരക്കണക്കിന് കുട്ടികളുടെ കഥനക്കഥകളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എല്ലാ കുട്ടികളും ഈ മലബാർ പ്രദേശത്തു നിന്ന് ഒട്ടുമിക്ക ആളുകളും അയക്കാറുള്ളത് എൻ്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എന്ന് വെച്ചാൽ, ആ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത്, മോളെ നീ എന്തിനിതിന് നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, സാർ എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല സാർ, ഞാൻ അവനെ വെറുക്കുന്നു സാർ എന്ന് ആവർത്തിച്ചു പറയും ഈ കുട്ടി. എന്നിട്ടെന്തേ നീ പിന്നെ സമ്മതിച്ചത് എന്ന് ചോദ്യത്തിന് അവൾ പറയുന്ന മറുപടി, എൻ്റെ ഒരു ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ട്, അതവൻ വ്യാപിപ്പിക്കുമെന്ന് പറയുന്നു, അതവൻ ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ ഇടുമെന്ന് പറയുന്നു. ആ ഭയപ്പാട് കൊണ്ട് ഞാൻ ചിലപ്പോൾ ആകെ നശിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് സാർ ഞാൻ വിവാഹത്തിന് ഒരുങ്ങുന്നത് എന്ന് എത്രയോ കുട്ടികൾ വിതുമ്പി പറയുമ്പോൾ, ഈ മുക്കൻ കുടുംബത്തിലെ ഒരൊറ്റ കുട്ടി പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടി പോലും പടിയിറങ്ങരുത്. കോടതിയുടെ വരാന്തയിൽ സ്വന്തം ഉമ്മയെ വെച്ചിട്ട് റാഹിമോളെ പോകല്ലേ എന്ന് പിതാവ് വരാന്തയിലും, അതോടൊപ്പം കോടതിയുടെ അകത്ത് നിന്നിട്ട് റാഹിമോളുടെ മാതാവും കരഞ്ഞതുപോലെ ഇനി ഒരു റാഹിമോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സ്വന്തം മാതാവിൻ്റെ കൈകൾ തട്ടിമാറ്റി അന്ന് നടന്നു പോയ പെൺകുട്ടികളൊക്കെ ഇന്ന് തിരിച്ചു വരുമ്പോ എല്ലാ റാഹിമോളുടെയും കഥകൾ നിങ്ങൾ പഠിച്ചോ. പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ ജീവിതം എന്നേക്കുമായി നശിച്ചില്ലേ. അവൾക്കൊരു അനിയത്തിയുണ്ട്. ഞാൻ റാഹിമോളുടെ കഥയല്ല, ചാടിപ്പോയ കുട്ടികൾക്ക് അനിയത്തിമാരുണ്ടാകും. അവരുടെ വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ആ പെൺകുട്ടികളെ ആരേറ്റെടുക്കും? തീരാ ഭാരമായി ഈ ഏട്ടത്തി കഴിയുകയാണ്. ആ ഉമ്മ ഇനി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഈ ഉപ്പ എങ്ങനെ ഇനി ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങും? അതോടൊപ്പം തന്നെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ പിന്നെ ഏതൊരു ആണാണ് ആകാശത്തിന് ചുവട്ടിൽ നിങ്ങളെ ഏറ്റെടുക്കുക? അതുകൊണ്ട് എന്നേക്കുമായി വൈധവ്യത്തിന്റെ ലോകത്തിൽ, വിധവാ ലോകത്തിൽ നിങ്ങൾ കഴിയേണ്ടി വരും. അതുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞുകൊള്ളട്ടെ, ഇത്തരം ഗോസിപ്പുകളിലേക്ക്, ഇത്തരം താൽക്കാലിക ശൃംഗാരങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ബി ജെന്റിൽ.
കെയർഫുൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ജെന്റിലാവുക എന്നതാണ്. അതിനെക്കുറിച്ച് അങ്ങേയറ്റം നമ്മൾ നല്ല ജാഗ്രത ആയിരിക്കണം. ഒരിക്കലും അങ്ങനെയുള്ള ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. മനുഷ്യരാണ്, ചിലപ്പോൾ ഇഷ്ടങ്ങളൊക്കെ തോന്നിയെന്നിരിക്കും. ജെന്റിലായി നമ്മൾ നിൽക്കണം. ഒരിക്കലും ഫോട്ടോയോ മോശപ്പെട്ടതോ അയച്ചു കൊടുക്കാതിരിക്കുക. ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പല കുട്ടികളും ആത്മഹത്യയിലേക്ക് പിരിഞ്ഞുവത്രേ. എത്രയോ കുട്ടികൾ ലോഡ്ജിൽ റൂം എടുത്തു കല്യാണത്തിന്റെ ദിവസം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കഥ. അങ്ങനെ കാമുകനായി ചമഞ്ഞ ആള് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവൻ 3 ദിവസം കൂടെ കഴിഞ്ഞ് അങ്ങനെ എല്ലാ കാലവും കഴിഞ്ഞ് അവസാനം അവൻ നടന്നു നീങ്ങിയത്രേ. രാവിലെ ലോഡ്ജിൽ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കാമുകനായ ഭർത്താവിനെ കാണാനില്ല. അവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതാണ്. ഇങ്ങനെ എത്രയെത്ര കുട്ടികൾ അവസാനം വിളിക്കാണ് സാമൂഹ്യ നേതാക്കന്മാർക്ക്, സാർ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റൂല, എൻ്റെ ഭർത്താവും ഇതേപോലെ പോയിരിക്കാണ്, ഞാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഞാൻ ട്രെയിനിൽ തലവെച്ച് മരിക്കും, അല്ലെങ്കിൽ എന്നെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണമെന്ന്. 1ഉം 2ഉമല്ല അനേകം കുട്ടികളെ വിതുമ്പിക്കരയുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് അത് ഉണ്ടാകാതിരിക്കട്ടെ. സ്നേഹോഷ്മളമായി മുന്നോട്ട് പോവുക. ഈ കുട്ടികൾ അങ്ങനെ അബദ്ധസഞ്ചാരം നടത്തുന്നതിൽ പ്രിയപ്പെട്ട മാതാവേ നിങ്ങൾക്കും പങ്കുണ്ടാകാം. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും ഒരു സൂചന കിട്ടുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ അത് അറിയിക്കണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അറിയിക്കണം. അല്ലാതെ അവസാന നിമിഷം വരെ നിങ്ങൾ മാത്രം അത് കൈകാര്യം ചെയ്യരുത്. അതും കൂടി ഇതിൻ്റെ ഒരു കാരണമാണ്. അത് പെൺകുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, വാപ്പറഞ്ഞ പ്രശ്നമെന്നും പറഞ്ഞ് ഉമ്മ ഒതുക്കി പക്ഷെ മോളതങ്ങനെ തുടരും. അവസാനം ഉമ്മാക്കൊന്നും പറയാൻ പറ്റാതാകും. അവസാനം ഉമ്മമാരൊഴിവാക്കി എത്രയോ ഉപ്പാരുണ്ട്. നിന്നെ കൊണ്ടാണ് എൻ്റെ കുട്ടി അങ്ങനെ ആയത് എന്നും പറഞ്ഞ് കുടുംബത്തിൽ ശിഥിലീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ കുടുംബിനികളായ മക്കൾ, 2 മക്കളുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ കുടുംബക്കാരന്, കുടുംബത്തിലെ അംഗത്തിന് അവസാനം അത് പിടുത്തം വിടും. അത് അവസാനം ഭർത്താവ് അറിയും, വേറുള്ളവരറിയും. അവസാനം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ആ സമയത്ത് നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ മക്കൾ പോലും സ്വന്തം മോളല്ല, ഇത് ഞങ്ങളുടെ ഉമ്മയല്ല എന്ന് പ്രഖ്യാപിക്കും. കല്യാണം കഴിക്കാത്തവർക്കിടയിലുള്ള പ്രണയത്തേക്കാൾ അപകടകരമാണ് മക്കളുള്ളവർ തമ്മിലുള്ള പ്രണയമെന്ന് ഞാൻ ആപ്തവാക്യം പോലെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സൂക്ഷ്മപൂർവ്വം ജീവിക്കുക. ദീനിയായ ലോകത്തിലേക്ക് മടങ്ങുക. നമുക്കൊരു ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അവൻ്റെ ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. സ്നേഹോഷ്മളമായ ജീവിതം നമുക്ക് കൊണ്ടു നടക്കാം. വീട്ടിലെല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അയൽപ്പക്കത്തെയും മനോഹരമായിട്ട് നമുക്ക് കാവൽ നിൽക്കാം. അതോടൊപ്പം ഈ രാജ്യത്തിന്റെ കാവൽക്കാരായി നമുക്ക് മാറാം. വർഗീയതകൾ ചടുലമാകുമ്പോൾ, എവിടെയൊക്കെയോ അഗ്നിസ്ഫുലിംഗങ്ങൾ പൊന്തി വരുമ്പോൾ അതിനെ കെടുത്താനുള്ള വലിയ നാളമായി, അതിനെ കെടുത്താനുള്ള വലിയ വെള്ളച്ചാട്ടമായി നിങ്ങളെത്തണം. ഈ മലവെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. മുക്കൻ കുടുംബം ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുക്കും മൂലയിൽ എവിടെയെങ്കിലുമൊക്കെ വർഗീയതകൾ പൊങ്ങി വരുമ്പോ അതിനെ അമർത്താൻ നമ്മൾ ഉണ്ടാകണം, അതിനെ ഇല്ലാതെയാക്കാൻ നമ്മൾ ഉണ്ടാകണം. നമ്മൾ ഏത് രാഷ്ട്രീയക്കാരായാലും ശരി, നമ്മൾ ഏത് സംഘടനക്കാരായാലും ശരി, ഇന്ത്യ കത്തരുത്, കേരളം പിരിമുറിക്കൊള്ളരുത്. അതുകൊണ്ട് കേരളത്തിന്റെ, ഇന്ത്യയുടെ യശസ്സായ നിലനിൽപ്പിന് വേണ്ടി വർഗീയതയുടെ ലാഞ്ചന പോലുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാറ്റിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ ക്ഷണിച്ചിട്ടുള്ള മുക്കൻ കുടുംബത്തിലെ ഇതിന്റെ സാരഥികൾക്കും, അതോടൊപ്പം ഇവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കും, അതോടൊപ്പം ഇവിടുത്തെ കാരണന്മാർക്കും എല്ലാവർക്കും ഏറ്റവും വലിയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.